മഴ ശക്തമായതോടെ തീരദേശവും പ്രതിഷേധ തീരയിലാണ്. കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ വീടുകൾ കടലെടുക്കുന്നത് തുടർക്കഥയാകുന്നു. കുത്തിയൊലിച്ച് മഴ വരും ആർത്തലച്ച കടൽ തീരത്തെ കാർന്നു തിന്നാൻ തുടങ്ങുമ്പോൾ നിസ്സഹായരാവുകയാണ് തീരദേശവാസികൾ. വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ ലഭിക്കും. കാറ്റിന്റെ വേഗത ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും അറബിക്കടലിലേക്കാണ്. 60 കിലോമീറ്റർ മുകളിൽ കാറ്റ് വീശിയടിക്കും. കള്ളക്കടൽ പ്രതിഭാസവും വേലിയേറ്റവും ശക്തമായി തന്നെ ലഭിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ തീരപ്രദേശങ്ങളിൽ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. കടലും കരയും തമ്മിലുള്ള അതിർത്തികളൊക്കെ നഷ്ടപ്പെട്ടു. ഇതിന്റെ താഴെ ഒരു വീട് ഇരുന്ന് എൻ്റെ അമ്മയുടെ എൻ്റെ മകളും താമസിച്ച വീട് അത് പോയിട്ട് ഇപ്പം 3-ാം വട്ടം ഞാൻ വയ്ക്കുന്നത്. ഇതിൻ്റെ കൂടെ ചേർന്ന് ഒരു ബാത്റൂം ഉണ്ടായിരുന്നു, അത് പോയി. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ കടമാച്ച് ഞങ്ങൾ വീട് വെച്ചോണ്ടിരിക്കുമ്പോൾ വീണ്ടും നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? വർഷങ്ങളായി തീരമേഖലയിലെ ഓരോ തട്ടുകളുള്ള വീടുകളും കടലെടുക്കുകയാണ്. എല്ലാ വർഷവും നിരന്തരം കടലോര മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഈ തിരുവനന്തപുരത്ത് ശംഖുമുഖം മുതൽ വെട്ടുകാട് വരെയുള്ള തീരങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കടൽക്ഷോഭം രൂക്ഷമാണ്. വീടുകളിലൊക്കെ വെള്ളം കയറുന്നുണ്ട്, വീടുകളൊക്കെ ഇടിഞ്ഞു വീഴുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മേഖലകളിലൊക്കെ ടെട്രാപോഡ് എടുക്കുകയോ കരിങ്കൽ പാളികൾ വിതറുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ടുണ്ട്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ തന്നെ അതിന് അനുവദിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഇവർക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കമ്പവല പോലുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളി രീതികളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മീൻപിടുത്തങ്ങൾ നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഇവിടെ ടെട്രാപോഡുകളോ അല്ലെങ്കിൽ കല്ലുകളോ അടുക്കാൻ അനുവദിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു തടസ്സവും ഒരു പക്ഷേ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി തന്നെ തുടരുന്നുണ്ട്. എല്ലാ വർഷവും ഇത്തരത്തിൽ ചാക്കടിക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്ന് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഈ ടെട്രാപോഡുകളോ കരിങ്കല്ലുകളോ അടുക്കാൻ അനുവദിക്കും, അന്ന് മാത്രമേ ഒരു പക്ഷേ ഈ ശക്തമായിട്ടുള്ള ഈ കടലാക്രമണത്തിൽ നിന്നും ഈ മേഖലയെ സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. മന്ത്രിമാരും MLA-മാരും വന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ലംഘിക്കപ്പെട്ടു. ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കൽ എൻ്റെ വീട് കാണാൻ വന്നിട്ട് മഴവെള്ളം നിന്ന് വീടിനകത്ത് മഴ പെയ്യുന്നു. അപ്പോഴേ എൻ്റെ മോള് അവിടെ ഒരു റൂമിനകത്ത് നിന്ന് പഠിക്കുന്നു. ആ മന്ത്രി പറഞ്ഞ എന്തിനെന്നറിയാമോ? ഈ വീട് നിങ്ങൾ എന്തെങ്കിലും പരിഹരിക്കണം. പക്ഷേ എൻ്റെ ഫോട്ടോ വരെ പത്രത്തിൽ വന്നതല്ലാതെ ഇന്നേ വരെ അതിനൊരു കാര്യം ചെയ്തിട്ടില്ല. പഞ്ഞമാസം വന്നു കഴിഞ്ഞാൽ കടലിൽ പോകാൻ കഴിയില്ല. കടൽ ജീവിതങ്ങളെ കാർന്നു തിന്നു തുടങ്ങും. ജീവിക്കാൻ മാർഗമില്ല. ഈ ഒരു തൊഴിലാണ് ഞങ്ങൾക്കുള്ളത്. ഇതും കൂടെ നശിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? ഇവർക്ക് ഇവരെല്ലാം ആറ്റിനിട്ടവരാണ്. ലക്ഷക്കണക്കിന് മുടക്കിയാണ് ആറ്റിലങ്ങൾ ഇട്ടേക്കുന്നത്. എല്ലാം അവിടെയാണ് കൊണ്ടിട്ടേക്കുന്നത്. അവർക്ക് നിവൃത്തിയില്ല ജീവിക്കാൻ. രോഗികളുണ്ട്, വീടുകളെല്ലാം തണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ്. ഈ വീട് നോക്കിയാണ് എല്ലാം എന്താ ഉണ്ടാ അകത്തോട്ട് കയറി നോക്കണം. വീട് എൻ്റെ വീട് വരെയും അകത്തോട്ട് കയറിയെന്ന് കാണാം. എല്ലാം പൊടിഞ്ഞൊക്കെ വീഴുന്നു. ഒരു മനുഷ്യജീവന് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ കാലങ്ങളായ കാലവർഷത്തിന്റെ ദുരിതഭാരവും പേറി ജീവിക്കുകയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. ക്യാമറമാൻ ഗോപകുമാറിനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.